RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർക്ക് നൽകുന്ന ASL സുരക്ഷ ഇനി മോഹൻ ഭാഗവതിനും നൽകും. Z+ൽ നിന്നും ASL സുരക്ഷയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ തുടർച്ചയായി സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നതും ഒപ്പം വിവിധ സുരക്ഷാ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടുമാണ് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ Z+ കാറ്റഗറി ആയിരുന്നു സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന് നൽകി വന്നിരുന്നത്. അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അതീവ സുരക്ഷയുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ്, അതായത് ASL എന്ന വിഭാഗത്തിലേക്ക് മോഹൻ ഭഗവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർക്ക് നൽകി വരുന്ന സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ഇനി RSS സർസംഘചാലകനും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കഴിഞ്ഞ ദിവസം നടന്ന സുരക്ഷാ അവലോകന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വർധനവ് നടത്തിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ മുൻപ് സഞ്ചരിച്ചപ്പോൾ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായതും ഒപ്പം തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നുൾപ്പെടെ രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നുൾപ്പെടെ വധഭീഷണി നിലനിൽക്കുന്നതാനും വിവിധ തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന കാരണവുമാണ് ഇത്തരത്തിൽ സുരക്ഷാ അവലോകന യോഗം ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും വിവിധ സുരക്ഷാ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടുമാണ് RSS സർസംഘചാലകന്റെ സുരക്ഷാ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുകയും അത് ASL വിഭാഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള ഭീഷണികൾ ഇതിനോടകം തന്നെ RSSന്റെ സർസംഘചാലകായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭഗവതിനെതിരെ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നടക്കമുള്ള ഭീഷണികളും സുരക്ഷ വർദ്ധിപ്പിക്കാൻ പ്രത്യേക കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉൾപ്പെടെ നൽകി വരുന്ന ASL ക്രമീകരണത്തിലുള്ള സുരക്ഷയായിരിക്കും, അതായത് അഡ്വാൻസ് വിഭാഗത്തിലുള്ള സെക്യൂരിറ്റി ലൈസൻസ് എന്നുള്ള സുരക്ഷാ ക്രമീകരണത്തിലായിരിക്കും, ആ ലെയറിലായിരിക്കും ഇനി സർസംഘചാലകനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ തീവ്രവാദ ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ രാജ്യത്തെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീഷണികൾ ഉണ്ടെന്നല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം? നേരത്തെ ഡൽഹിയിലൊക്കെ പിടിയിലായ ഭീകരവാദികളിൽ നിന്ന് ലഭിച്ച ചില സൂചനകളും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? അതിന് പിന്നാലെയല്ലേ ഇത്തരത്തിൽ RSS നേതാക്കൾക്കെതിരെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നത്? വിഷ്ണു, തീർച്ചയായും അത്തരത്തിലുള്ള ഭീഷണികൾ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. RSSന്റെ സർസംഘചാലകർ ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി ഭീഷണികൾ ഇതിനു മുൻപും നേരിടുകയും അത് വകവയ്ക്കാതെ സമാജത്തിൽ പ്രവർത്തനം നടത്തുന്നവരുമാണ്. അതിന് അനുസൃതമായി കേന്ദ്ര സർക്കാർ തലത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഓരോ സമയത്തും വിവിധ വ്യക്തികൾക്ക്, അത് ഭരണതലത്തിലുള്ളവരാണെങ്കിലും സംഘടനാ നേതാക്കളാണെങ്കിലും കൃത്യമായിട്ടുള്ള സുരക്ഷാ അവലോകന യോഗമുണ്ട്. ഇത്തവണ അത്തരത്തിൽ സുരക്ഷാ അവലോകന യോഗങ്ങൾ ചേർന്നുമ്പോൾ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിനുള്ള ഭീഷണി വർദ്ധിച്ചിട്ടുണ്ട് എന്നും ഒപ്പം ചില സുരക്ഷാ വീഴ്ചകൾ മുൻപ് ചില സംസ്ഥാനങ്ങൾ സന്ദർശിച്ചപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ചില ഗുരുതരമായ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണത്തിലെ മാറ്റം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വരുത്തിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക സുരക്ഷാ ക്രമീകരണത്തിലേക്ക് എത്തുമ്പോൾ ASL സുരക്ഷാ വിഭാഗത്തിലാകുമ്പോൾ സർസംഘചാലക് എത്തുന്ന മേഖലയിൽ അവിടെ ജില്ലാ തലത്തിൽ പ്രത്യേക അവലോകനം ചേർന്നുകൊണ്ട് പോലീസ് മേധാവിയും കളക്ടറും പ്രത്യേക അവലോകന യോഗം ചേർന്നുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും കൃത്യമായി അത് ആ പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. കൂടാതെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉൾപ്പെടെ നൽകുന്ന തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ RSS സർസംഘചാലകനും നൽകിയിട്ടുള്ളത്. ഒപ്പം വിഷ്ണു ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമാണ് ഈ ക്ഷേത്രങ്ങൾക്കുൾപ്പെടെ വിവിധ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ സ്ഫോടനം നടത്താൻ ആസൂത്രണം ചെയ്തുകൊണ്ട് വിവിധ തരത്തിലുള്ള ഭീകരവാദ മൊഡ്യൂളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഡൽഹിയിൽ നിന്നുൾപ്പെടെ അൽ-ഖ്വയ്ദ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടിയിരുന്നു. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.